പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും നാഥനുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ വലിയൊരു സ്നേഹമാണ്, ദൈവത്തിൻ്റെ ഒരു കാരുണ്യം, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു അടിസ്ഥാന ആഗ്രഹമാണ് തൻ്റെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. സങ്കീർത്തന പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം, സങ്കീർത്തനം 35:27b, തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനെന്ന് അവർ നിരന്തരം പറയട്ടെ. ഹല്ലേലൂയ. 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 നമ്മുടെ ശ്രേയസിൽ, നമ്മുടെ ഉയർച്ചയിൽ, നമ്മുടെ സൗഖ്യത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനത്തിൽ, നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയിൽ സന്തോഷിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. നമുക്ക് വിശുദ്ധി തരാൻ, അനുഗ്രഹം തരാൻ, കൃപ തരാൻ, നന്മകൾ തരാൻ അവിടുന്ന് അത്യധികമായി ആഗ്രഹിക്കുന്നു. ബലഹീനരായ മനുഷ്യരെ സംബന്ധിച്ച് ഈ ദൈവത്തെ അനുഭവിക്കാൻ വേണ്ടി ദൈവം ചിലപ്പോൾ ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കും. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ അട്ടപ്പാടിയിലാണ്, ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിലാണ്, സഹിയോൻ മിനിസ്ട്രീസ് ശുശ്രൂഷ നോക്കുന്നു. കഴിഞ്ഞ 20 വർഷമായി അച്ഛൻ അട്ടപ്പാടിയിൽ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകളിൽ സർവാത്മന മുഴുകി വരികയാണ്. അച്ഛൻ കണ്ടിട്ടുള്ള കാര്യം, ദൈവത്തിൻ്റെ ജനത്തിന് ഒരു സ്ഥലത്തെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പം എൻ്റെ അനുഭവത്തിൽ ഈ അട്ടപ്പാടി ദൈവം തിരഞ്ഞെടുത്തു. അപ്പോൾ ആരെങ്കിലും ഈ അട്ടപ്പാടിയിലെ ശുശ്രൂഷനെ സ്നേഹിക്കുമ്പോൾ, അങ്ങോട്ടൊന്ന് ഓർക്കുമ്പോൾ, ഇങ്ങോട്ടൊന്ന് വരാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പം തന്നെ ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ജോബി. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നും ചെമ്മന്തിട്ടി ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ മകന് കഴിഞ്ഞ ഓണപ്പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് കാലിന് അതിഭയങ്കരമായ വേദന. അപ്പം ഞങ്ങൾ കണക്കൂട്ടി ഇനിയും പരീക്ഷയ്ക്ക് പോകാനുള്ള മടി കാരണം പറയുന്നതായിരിക്കും എന്നൊക്കെ ഓർത്തു. അങ്ങനെ അവനെ ബലമായിട്ട് സ്കൂളിൽ വിട്ടു. പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്കും കരച്ചിലായി. രാത്രിയിൽ ഒട്ടും ഉറങ്ങിയില്ല. അപ്പം ഇവിടെ നേരത്തെ ധ്യാനത്തിന് രാത്രി ഉറങ്ങാൻ പറ്റാത്ത പോലെ വേദന, കരച്ചില്. അപ്പൊ ഇവിടുന്ന് വെഞ്ചരിച്ച എണ്ണ ഉണ്ടായിരുന്നു, അത് അമ്മച്ചി എടുത്ത് തൂക്കും. കുറച്ചു നേരം പഴയ തലമുറ അല്ല, വിശ്വാസമുള്ള തലമുറ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം കുറച്ചു നേരം വേദന കുറയും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പിന്നെ നേരം വെളുത്ത് കഴിഞ്ഞപ്പം അനങ്ങാൻ പറ്റുന്നില്ല. ഇവനെ എടുത്ത് ഞങ്ങൾ വണ്ടിക്ക് തളിപ്പുറം ഒരു നല്ല പ്രശസ്തനായ ഒരു എടുത്തോണ്ട് പോണ്ടി അപ്പം അസ്ഥിയുടെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അന്നേരം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനാണ് എടുത്തോണ്ട് പോണത്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ അന്നേരം ഇവനെ ഈ പരിശോധിക്കുന്ന ഡെസ്കിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് കാലിന് നീട്ടം പിടിച്ച് കാണിച്ചു. അപ്പം 1.5 ഇഞ്ച് വലത്ത് കാല് കൂടുതൽ
നീട്ടം കൂടുതൽ. അത് ശരിക്കും ടേബിൾ കാണിച്ചു തന്നു. നമ്മളെ പിടിച്ചിങ്ങനെ കാണിച്ചു തരും. ഈ കുട്ടിയുടെ 2 കാലും അളന്നിട്ട് ഇവരെ പാരൻസിനെ കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് 1.5 ഇഞ്ച് ഇതിന് നീട്ടം കൂടുതലാന്ന് പറഞ്ഞ് അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്ത്. അപ്പം ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റർ ഇടാം, എങ്കിലും അത്ര വിജയിക്കുമെന്ന് തോന്നുന്നില്ല, ഇതിന് ചികിത്സ മണിപ്പാലിലേ ഉള്ളൂ, അത് കുട്ടികളുടെ സെക്ഷനാണ്, അതിന് ഭയങ്കരമായ പൈസ വരും ആ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബെൽറ്റ് ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഇവന് അതിഭയങ്കരമായ വേദന. അപ്പം പകലും രാവിലെയും ഞങ്ങൾ ഇവന് കാവിലിരിക്കണം. എന്നുവെച്ചാൽ കാല് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കാനോ തിരിക്കാനോ ഒന്നും പാടില്ല, അതുപോലെ ഇരിക്കണം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പം അമ്മച്ചി ഇവിടെ എന്നും ശുശ്രൂഷയ്ക്ക് വരുന്ന ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിനോട് ഇങ്ങനെ വിഷയം പറഞ്ഞു. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു കൊച്ചിൻ്റെ അപ്പൻ എൻ്റെ അടുത്ത് വരട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ ആ ഞായറാഴ്ച രാവിലത്തെ 7:30 കുർബാനയ്ക്ക് ശേഷം ടീച്ചറിനെ കണ്ടു. ടീച്ചർ കൊച്ചിൻ്റെ അപ്പം പറയാൻ കാരണമുണ്ട്. വിലപ്പെട്ട കാര്യങ്ങൾ വളരെ നല്ല വിധത്തിൽ പറഞ്ഞു കൊടുക്കണം, അതുകൊണ്ടാണ് അവരോടും പറയാത്തത്. അപ്പോൾ ആ ടീച്ചർ എനിക്ക് വേണ്ടി നേർച്ച നേർന്നു. അഭിഷേകാഗ്നി മലയിൽ ഈ കൊച്ചിനെ കൊണ്ടാവാമെന്നും കൊട്ടായിലച്ചനെ കൊണ്ട് പ്രാർത്ഥിക്കാമെന്നും അങ്ങനെ സൗഖ്യം കിട്ടുവാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് സാക്ഷ്യം പറയാമെന്നും പറഞ്ഞു. ആ സമയത്ത് ഇവൻ്റെ കാലിൻ്റെ വേദന പോയി. ആ സെക്കൻഡിൽ തന്നെ, ആ സമയത്ത് ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മ ശക്തി കുട്ടിയുടെ കാലിൽ കൂടെ വ്യാപരിച്ചു. സെക്കൻഡുകൾ കൊണ്ട് കാലിൻ്റെ വേദന അപ്പുറത്ത് വിട്ടുപോയി. കുർബാനയും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇവൻ ചെരിഞ്ഞും മറിഞ്ഞും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞേടാ നിന്റെ കാല് അനക്കരുതെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ കാലിൻ്റെ വേദന പോയെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം 2 കാലും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരുപോലെ ഇരിപ്പുണ്ട്, ഒരു മാറ്റമില്ല. അപ്പം തന്നെ ഈ അപ്പൻ 2 കാലും വെച്ച് നോക്കുമ്പോൾ 1.5 ഇഞ്ച് നീട്ടം അധികം ഉണ്ടായിരുന്ന കാല്, എൻ്റെ പിതാവേ, പരിശുദ്ധാത്മാവേ, യേശുവേ. ഡോക്ടർ പറഞ്ഞു 15 ദിവസം കഴിയുമ്പോൾ ഇവനെ കൊണ്ടുവന്ന് കാണിക്കണം. അപ്പം 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നു. ഡോക്ടർ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പൊ വേദന ഒന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. മോനെ ചാരി പറഞ്ഞു എൻ്റെ ദൈവം, നീ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലായി. കഴിഞ്ഞ വർഷമാണ് ഇതെല്ലാം കൂടെ ഇതായത്. നിനക്ക് സന്തോഷമാണോ? നിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. അവൻ 2 വാക്ക് സംസാരിക്കട്ടെ. അവന് മൈക്ക് കൊടുത്ത്. നിന്റെ പേരെന്താ? ജോൺ അല്ലേ? നീ എവിടുന്ന സ്ഥലം എവിടെയാ? കണ്ണൂർ ജില്ലയിൽ ചെമ്പന്തൊട്ടി ഇടവക. ഹല്ലേലൂയ. നിനക്ക് എങ്ങനെയുണ്ട്? കാലൊക്കെ ഇപ്പൊ ശരിയായോ? നല്ല സന്തോഷമാണോ? ഇപ്പൊ 2 ഓടാനും ചാടാനൊക്കെ പറ്റുമോ? മറ്റേ വേദനയൊക്കെ കംപ്ലീറ്റ് പോയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്തത് കണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 മക്കബായർ 5-ാം അധ്യായം 19-ഉം 20-ഉം തിരുലിഖിതങ്ങൾ. 2 Maccabees chapter 5 verses 19 and 20. കർത്താവ് വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി ജനത്തെ തിരഞ്ഞെടുക്കുകയല്ല, ജനത്തിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ജനത്തിൻ്റെ കഷ്ടതകളിലും ഐശ്വര്യത്തിലും ആ സ്ഥലവും പങ്കുചേർന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് അട്ടപ്പാടിയുടെ കാര്യം മാത്രമല്ല. നമ്മുടെ ഓരോ ഇടവക ദേവാലയങ്ങളും ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. വിശുദ്ധരുടെ ഖബറിടം കുടികൊള്ളുന്ന വിശുദ്ധ സ്ഥലങ്ങൾ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. നാം കുർബാനയ്ക്ക് പോകുന്ന ചാപ്പലുകൾ, കുരിശുപള്ളികൾ ദൈവത്തിൻ്റെ വാസം കുടികൊള്ളുന്ന സ്ഥലങ്ങളാണ്. നാം ആ സ്ഥലങ്ങളെ ആദരിക്കണം. നാം ആ സ്ഥലങ്ങളെ ദുഷിക്കരുത്. ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കരുത്. പള്ളികളെ നശിപ്പിക്കരുത്. പള്ളി പൊളിക്കാൻ വേണ്ടി മെനക്കെടരുത്. എല്ലാ ജാതി മതസ്ഥരും, സർവ്വ കുടുംബങ്ങളും, സർവ്വ ആത്മാക്കളും ഇത് മനസ്സിലാക്കണം. ഈ സമയം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവേ, ദൈവീക പദ്ധതികളെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഓ ജീവിക്കുന്ന ദൈവത്തിൻ്റെ അരൂപിയെ, പരിശുദ്ധ ശക്തിയെ, വിശ്വാസത്തിൻ്റെ ആത്മാവേ, കൃപയുടെ ആത്മാവേ, ഞങ്ങളുടെ മേൽ എല്ലാവരുടെ മേലും ഇന്ന് ഈ വചനം കേൾക്കാൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന സകല ജനത്തിൻ്റെ മേലും ഇപ്പോൾ വ്യാപരിക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Glory, 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 glory. Hallelujah, hallelujah, hallelujah. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, Holy Spirit, ഞങ്ങളിൽ വസിക്കണമേ.
കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ ജീവിക്കും ദൈവത്തിൻ ആരോപിയേ. ഓ ഹോളി സ്പിരിറ്റ്, നവ്യമായി ഞങ്ങളിൽ വസിക്കണമേ. എന്റെ മേൽ ഇടപെടണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. പരിശുദ്ധാത്മാവേ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. വലിയ ദാഹത്തോടെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീവിക്കുന്ന പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിയേ, ഉച്ചത്തിൽ ഉച്ചത്തിൽ ഹോളി ഹോളി ഹോളി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ജീവിക്കും ദൈവത്തിൻ ആരോപിയേ. നവ്യമായി ഞങ്ങളിൽ കുട്ടികളെ തൊടണമേ, യുവജനങ്ങളെ അഭിഷേകം ചെയ്യണമേ, കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ, വിശ്വാസം നഷ്ടപ്പെട്ടവരെ അഭിഷേകം ചെയ്യണമേ, ക്ഷീണിതരെ അഭിഷേകം ചെയ്യണമേ, തളർന്നവരെ സ്പർശിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, കുടുംബങ്ങളെ ഉണർത്തണമേ, അകന്നുപോയ ആത്മാക്കളെ അവിടുന്ന് ഇപ്പോൾ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. പരിശുദ്ധാത്മാവേ, ദൈവീക വഴികളെക്കുറിച്ച് അങ്ങയുടെ പ്രിയപ്പെട്ട ദാസീദാസന്മാർക്ക് ജ്ഞാനം നൽകണമേ. ഹൃദയത്തിൽ മുറിവും വിഷമവും കലിപ്പും വലിയ ബിറ്റർനെസ്സുള്ള എല്ലാ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, വലിയ ദൈവിക സന്തോഷം കൊണ്ട് എല്ലാ കുടുംബങ്ങളെയും നിറയ്ക്കണമേ. രോഗികളെ ഈ സമയം സ്പർശിക്കണമേ. ബാലികാ ബാലന്മാരെ ഈ സമയം തൊട്ട് അനുഗ്രഹിക്കണമേ. രോഗികളായ കുഞ്ഞുങ്ങളെ ഇന്ന് അത്ഭുതകരമായി സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, പ്രകാശം വീശണമേ. ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. ആനന്ദത്തിന് തെളിനീരായി ഇപ്പോൾ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, വിശ്വാസം ക്ഷയിച്ചു പോയ ഹൃദയങ്ങളെ തൊടണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഇരിക്കാം. ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുന്ന ദൈവം, വിശുദ്ധ സ്ഥലങ്ങൾ, ദൈവത്തിൻ്റെ വിശുദ്ധമായ ആലയങ്ങൾ, അതിന് വലിയ വിലയുണ്ട്. ഒരുപാട് പേർ ഈ അടുത്ത കാലത്ത് അച്ഛൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് പള്ളികളെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ദൈവത്തിൻ്റെ ആലയത്തിൽ നടക്കുന്ന വിശുദ്ധ കർമ്മങ്ങളെക്കുറിച്ച്, വിശുദ്ധ കൂദാശകളെക്കുറിച്ച് ദുഷിച്ചു പറയുക, പള്ളികളോട് വെറുപ്പുണ്ടാക്കുക, ക്രിസ്തീയ ആരാധനാലയങ്ങളോട് ജനങ്ങളുടെ ഇടയിൽ വെറുപ്പ് വിതയ്ക്കുക. ഇങ്ങനത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള അരൂപി, പ്രത്യേക തരത്തിലുള്ള ചില അന്ധകാര അരൂപികളുടെ പ്രവർത്തനങ്ങൾ ഈ അടുത്ത കാലത്തായി ശക്തിപ്പെട്ടു വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവമക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം? ദൈവം കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതത്തിൽ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. 1 Corinthians chapter 3 verse 17, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെയാണ്. 1 Corinthians 3:17, if anyone destroys God's temple, God will destroy that person, for God's temple is holy and you are that temple. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം
3 ആലയങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ സഭ, 2 നമ്മുടെ ഈ ശരീരം. നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സഭയിൽ ദൈവം വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന ദൃശ്യങ്ങളായ പള്ളികൾ ദൈവത്തിൻ്റെ വാസസ്ഥാനങ്ങളാണ്, ദൈവത്തിൻ്റെ ആലയമാണ് പള്ളി. ഈ 3 ആലയങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കണം. വിശ്വാസികൾ മാത്രമല്ല, സകലരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്ന വിശ്വാസികളെ ദൈവം നശിപ്പിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇഫ് എനിവൺ destroys God's temple, God will destroy that person. Let it be anybody. വിശ്വാസമുള്ളവനാകട്ടെ, വിശ്വാസമില്ലാത്തവനാകട്ടെ, നിരീശ്വരനാകട്ടെ, മറ്റ് ജാതിക്കാരാകട്ടെ, ആരുമാകട്ടെ, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. വീണ്ടും പറയാണ്, എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധ. ഓരോ പള്ളിക്കും ദൈവസ്ഥാനം നൽകിയിട്ടുണ്ട്. അച്ഛനിത് പറയുന്നത് വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ്. കുട്ടികൾ ഇത് മനസ്സിലാക്കണം, യുവതിയുവാക്കന്മാർ ഇത് മനസ്സിലാക്കണം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സകലരും ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അത് ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം തൻ്റെ ആവാസം ദൈവം ആ സ്ഥലത്തേക്ക് നൽകും. ദൈവം തന്നെ ആവാസം നൽകി ആ സ്ഥലത്തെ കോൺസെക്രേറ്റ് ചെയ്യും, വിശുദ്ധീകരിക്കും. അങ്ങനെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ പിന്നെ ആ സ്ഥലത്തെ നോക്കി ദൈവമേ എന്ന് വിളിച്ചാൽ ആ സ്ഥലത്തേക്ക് ഞാൻ വരും, ഞാൻ എൻ്റെ നേർച്ച നിറവേറ്റാൻ ആ സ്ഥലത്തേക്ക് വരും, എൻ്റെ രോഗിയായ മകനെ കൊണ്ട് അങ്ങോട്ട് വരും എന്ന് പറയുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കും, ദൈവം ഇടപെടും. ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം ഇത് സകല മക്കൾക്കും വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. 2 Chronicles chapter 20 verse 9. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ പറഞ്ഞു, യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുമ്പിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് ഞങ്ങളുടെ ദുരിതത്തിൻ്റെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. ഇത് ഒരു ജനത്തിൻ്റെ ഉറപ്പാണ്, ഇതൊരു തലമുറയുടെ അനുഭവമാണ്. ഇതാണ് ദൈവജനത്തിൻ്റെ അനുഭവം. ഈതിബാധ, യുദ്ധം, മഹാമാരി, ക്ഷാമം, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ശത്രുപീഡകൾ, ഉപദ്രവങ്ങൾ, ജോലി തടസ്സങ്ങൾ, മനോവ്യാധികൾ, മനോവിഷമങ്ങൾ, ഇങ്ങനെയുള്ള തകർച്ചയുടെ നടുവിൽ, ഞങ്ങളുടെ ദുരിതത്തിൻ്റെ നടുവിൽ വന്ന് ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിച്ചാൽ, കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ തന്നെയാണ്. കർത്താവിൻ്റെ ആലയത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നത് പോലെയാണ്. യേശു അതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ദേവാലയത്തെക്കുറിച്ച് യേശു പറഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ പിതാവിൻ്റെ ആലയം. അപ്പോൾ ഒരു പള്ളി ദൈവത്തിൻ്റെ വീടാണ്, അവിടെ ദൈവത്തിൻ്റെ വാസസ്ഥാനമാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു തലമുറയുടെ അനുഭവം പറയുകയാണ്, ഞങ്ങളൊരു വേദനയിൽ വന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് വരും, ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ ദൈവം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുമെന്ന് ഒരു തലമുറയുടെ അനുഭവം 2 ദിനവൃത്താന്തം 20:9 രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. 2 Chronicles chapter 20 verse 9. If disaster comes upon us, the sword, judgment or pestilence or famine, we will stand before this house and before you, for your name is in this house, and we will cry to you in our distress, and you will hear and you will save us. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലൊരു അനുഭവം ഒരു കുടുംബത്തിനുണ്ടായത് അവർ പങ്കുവെച്ചു. ഒരു കുട്ടിയുടെയും ഒരു അമ്മ പറയുകയാണ്, അമ്മയുടെ കാല് മുഴുവൻ അലർജി വന്നു, ഭയങ്കരമായിട്ട് വിഷമായി. അതുപോലെ തന്നെ കുട്ടിക്കും അലർജി വന്നു, അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയും കുട്ടിയും അലർജി കൊണ്ട് വളരെ വിഷമിച്ചു, കാലെല്ലാം കറുത്ത ടാറ് പോലെയായി. അപ്പോൾ അവരൊരുപാട് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, അവരൊരുപാട് വചനം കേട്ട് പ്രാർത്ഥിച്ചു, അഭിഷേകത്തിന് കണ്ട് പ്രാർത്ഥിച്ചു, യൂട്യൂബിൽ അഭിഷേകത്തിന് കേട്ട് പ്രാർത്ഥിച്ചു, ഒരുപാട് കരഞ്ഞു, ഒരുപാട് വേദനിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടൊന്നും പ്രാർത്ഥന കേൾക്കുന്നില്ല.
അപ്പോൾ ഒരു ബന്ധുവിനോട് ചോദിച്ചു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ബന്ധു അപ്പം തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അട്ടപ്പാടി പോയി പ്രാർത്ഥിക്കും. വിദേശത്തിരിക്കുന്ന കുടുംബത്തിന് പെട്ടെന്ന് അട്ടപ്പാടി പോകാൻ പറ്റില്ല, അതുകൊണ്ട് കേരളത്തിലുള്ള ബന്ധുവിനെ വിളിച്ച്, ബന്ധു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അട്ടപ്പാടി പറഞ്ഞ അന്ന് തന്നെ ദൈവം ആ കുടുംബത്തിൽ ഇടപെട്ടു. ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷാനി, ഞാൻ ദുബായിൽ നിന്ന് വരുന്നു. എൻ്റെ മോക്കും എനിക്കും സ്കിൻ അലർജി ആയിരുന്നു. കൊച്ചിന് ഏകദേശം 1 വയസ്സ് കഴിഞ്ഞപ്പം മുതൽ അലർജി തുടങ്ങി. ആദ്യമൊന്നും ഒത്തിരി ഒന്നുമില്ലായിരുന്നു, കുറേശ്ശെ തുടങ്ങി. അപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറയാതെ വന്നപ്പോൾ ആയുർവേദം കൊടുത്തു. അത് കഴിഞ്ഞ് ഹോമിയോ ചെയ്തു. അപ്പോഴത്തേക്ക് ഏകദേശം 10 വയസ്സായി. 10 വയസ്സായപ്പോഴത്തേക്കും കാലും കൈയും എല്ലാം അലർജി കൊണ്ട് മൂടി അനങ്ങാൻ മേലാത്ത അവസ്ഥയിലായി. കൊച്ചിന് ഉറക്കമൊന്നുമില്ല. എത്ര വയസ്സുള്ളപ്പോൾ തുടങ്ങിയ അലർജിയാ? 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സായപ്പോൾ. ആ ദൈവം, ഇതാണോ യേശുവേ? ഞാൻ ഫോട്ടോ എന്തൊക്കെയാ അത്രയുണ്ടായിരുന്നു? അത്രയുണ്ട് അലർജി ആയിരുന്നു ഈ കൊച്ചിൻ്റെ കാലയില്. കൊച്ചിനും എനിക്കും ഉണ്ട്. അത്രയില്ല, കൊച്ചിന് ഭയങ്കര സിവിയർ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 5ാം ക്ലാസ്സിലൊന്നും സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല, കാരണം ഷൂവും സോക്സും ഒക്കെ ഇടണം. അതൊക്കെ അവൾക്ക് പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉറക്കമില്ല കൊച്ചിന്. ഞാൻ എപ്പോഴും സമയം കിട്ടുമ്പോൾ എല്ലാം യൂട്യൂബിൽ അഭിഷേക് വട്ടയച്ചൻ്റെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിച്ചിരിക്കും. കൊച്ചിനും വെച്ച് കൊടുക്കും. അവൾ കട്ടിലേ കിടന്ന് വെറുതെ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കും, വേദന സഹിക്കാൻ വയ്യാതെ. എന്നിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞു, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റം കാണുന്നില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു, ഞാനും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അട്ടപ്പാടിയിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്നേരം മോള് സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. വൈകുന്നേരം വന്നപ്പം ഞാൻ പറഞ്ഞു, മോളെ പേരമ്മ പറഞ്ഞു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അട്ടപ്പാടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് 5:30 ആവും വീട്ടിൽ വരുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ചായ കുടിക്കുള്ളൂ. കൊച്ചും അതുവരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് 5:30 ആയപ്പോൾ ചായ കുടിച്ചു. ചായ കുടിച്ച പുറകെ അവിടെ ഒരു സോഫയുണ്ട്, അവിടെ കയറി കിടന്നു. ഞാൻ അടുക്കളയിലൊക്കെ പോയി തിരിച്ചു വന്ന് നോക്കുമ്പം ഉറക്കമില്ലാതെ രാവും പകലും ഉറങ്ങാത്ത കുട്ടിയായിരുന്നു. 6 മണി ആയപ്പോൾ തന്നെ ഇവൾ ഉറങ്ങിത്തുടങ്ങി. അപ്പം ഞാൻ ഒരു 7 മണിയായപ്പം കുരിശരയ്ക്കാൻ വേണ്ടി വിളിക്കാൻ തുടങ്ങിയപ്പം പറഞ്ഞു, എന്തിനാ ഇത്ര നാൾ ഉറങ്ങാത്ത കുട്ടിയല്ലേ, ഉറങ്ങട്ടെ, നീ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനും വിളിക്കാൻ നോക്കിയപ്പോഴും ഉറക്കമാണ്. അപ്പോഴത്തേക്ക് എടുത്തുകൊണ്ടേ ബെഡ്റൂമിൽ കിടത്തിയിട്ട് അനക്കിയില്ല, അങ്ങനെ കിടന്നോട്ടേ എന്ന് വെച്ചു. പിറ്റേ ദിവസം 6 മണിയായപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിച്ച് സ്കൂളിൽ പോയി. പിറ്റേ ദിവസം വൈകുന്നേരം ഇതുപോലെ തന്നെ 5:30 ആയപ്പോൾ ചായ കുടിച്ചു, സോഫയിൽ കയറി കിടന്നു, വീണ്ടും ഉറങ്ങി. 6 തൊട്ട് 6 മണി വരെ ഉറക്കമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത്ര നാൾ ഒരു 1.5 വർഷമായിട്ട് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കൊച്ചിനും ഒന്നും വീട്ടിൽ ഉറക്കമില്ല. ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നു, ജോലിക്ക് പോകണം, ഡ്രൈവ് ചെയ്യണം, ഇതെല്ലാം ഉണ്ട്, ഉറക്കമില്ല. രാവും പകലും ഉറക്കമില്ലാതെ കൊച്ചു വിഷമിക്കുന്നു, മേല് മുഴുവൻ അസുഖമായിരുന്നു. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ നിമിഷം തന്നെ അന്ന് തന്നെ കർത്താവിൻ്റെ ശക്തി, അപ്പോൾ തന്നെ കർത്താവിൻ്റെ ശക്തി. കൊച്ച് 12 മണിക്കൂർ വീതം ഉറങ്ങാൻ തുടങ്ങി. പിന്നെ അവൾ പതുക്കെ ഗ്രാജുവലി നോർമൽ സ്ലീപ്പിലേക്ക് വന്നു. ഒരു കുഴപ്പമില്ല, അത് ഉറങ്ങാൻ തുടങ്ങി. അലർജി കംപ്ലീറ്റ് കാലിൽ മാറിയില്ലേ? അലർജി പണ്ടത്തെ കാലൊക്കെ മാറി. പണ്ട് കരിക്കട്ട പോലെ. സഹോദരങ്ങളെ, ആ നേരത്തെ കാലിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. ഇപ്പോഴാണെങ്കിൽ അത്ര ശല്യമൊന്നുമില്ല, നല്ല ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ കിടന്നുറങ്ങുന്നുണ്ട്. പണ്ടാണെങ്കിൽ ഞങ്ങളെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇതാണ് സ്ഥിതി അല്ലേ? അല്ല, 10 വയസ്സ് വരെ. പക്ഷേ ഈ 1.5 കൊല്ലമായിട്ടാണ് ഇത്ര സിവിയർ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ? ഉറങ്ങാൻ പറ്റില്ല അല്ലേ? ഉറക്കമില്ലായിരുന്നു. മോളെ, നിനക്ക് സന്തോഷമാണോ? നീ മൈക്കിൽ കൂടി ഒന്ന് പറ. നിന്നെ ഈശോ തൊട്ടതല്ലേ, നീ മൈക്കിൽ കൂടെ പറ. നിനക്ക് സന്തോഷമാണോ? സന്തോഷായി അല്ലേ? കംപ്ലീറ്റ് മാറിയില്ലേ? ശരിക്കും കർത്താവിൻ്റെ ഒരു കൃപ അല്ലേ? നീ എന്നിട്ട് അന്നാ ദിവസം സംഭവിച്ചല്ലോ, നീ ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞ്? ചായ കുടിച്ച് കഴിഞ്ഞിട്ട് 6 മണിയാകുമ്പോൾ ഞാൻ കടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് രാവിലെ അമ്മ എന്നെ വിളിച്ചേൽപ്പിച്ച് സ്കൂളിൽ വിട്ടു. അങ്ങനെയാണ് അല്ലേ? അതിന് മുമ്പത്തെ സ്ഥിതി എന്താ? മുമ്പത്തെ സ്ഥിതി
അപ്പോൾ പറയും പെട്ടെന്ന് എഴുന്നേൽക്കും. അല്ല ഏർലി പോയി കിടന്നുറങ്ങിക്കോളാൻ പറയും. അപ്പം ഞാൻ കട്ടിൽ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചാണ് അതിൽ ചൊറിഞ്ഞുകൊണ്ട് കിടക്കും. കാരണം ഫുൾ ടൈം ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം വരുമ്പം ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അപ്പം ഇങ്ങനെ തൂത്തു അപ്പം ഉറങ്ങത്തില്ല, ഞാനും ഉറങ്ങത്തില്ല. ഫുൾ നൈറ്റ് സീറോ ഒരു ലിറ്റ് ലൈറ്റ് ഉള്ള സമയത്ത് ആ ലൈറ്റിലോട്ട് ഇങ്ങനെ നോക്കി കിടക്കും. ഒട്ടും ഉറങ്ങില്ലായിരുന്നു. ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, അപ്പന ശരിക്കും അങ്ങനെ കാലെല്ലാം തടവേ, അപ്പൻ ഉറക്കമില്ല, അമ്മയ്ക്ക് ഉറക്കമില്ല, അതിനും സ്ഥിതി. എന്നിട്ട് ചേച്ചിയുടെ ആരെവിടെ വന്നത് പറഞ്ഞു വയ്ക്കും. ചേച്ചിയുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ, ഹസ്ബൻഡിന്റെ ചേട്ടൻ്റെ ഭാര്യ. അപ്പം മടുത്ത് എന്ത് ചെയ്യണമെന്ന് അപ്പം ചോദിച്ചു, ചേച്ചി ഇനി എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവ പറഞ്ഞു വിഷമിക്കേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് അട്ടപ്പാടിയിലൊന്ന് പോയി. അപ്പം വലിയ വെള്ളിയാഴ്ച അങ്ങനെ ആർന്നായിരിക്കും അല്ലേ, വലിയ വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച. നീ വിഷമിക്കേണ്ട, ഞാൻ ഇന്ന് അട്ടപ്പാടി പോയി അങ്ങനെ അട്ടപ്പാടിയിൽ പോയി ആ അമ്മച്ചി വന്ന് പ്രാർത്ഥിച്ച അന്ന് വൈകുന്നേരം മുതൽ കൊച്ചുറങ്ങാൻ തുടങ്ങി. അലർജി മാറി, സന്തോഷത്തോടെ പരിചന്നാൽ വരാ പകൽ വ്യത്യാസമായ കർത്താവ് അനുഗ്രഹിച്ച് പ്രിയപ്പെട്ടത്. ആ ശതാധിപന്റെ ഭർത്തനെ സുഖപ്പെടുത്താൻ വേണ്ടി ശതാധിപൻ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇടപെട്ട അതേ അത്ഭുതമാണ് ഇന്ന് കർത്താവ് നൽകിയിരിക്കുന്നത്. കർത്താവ് തെരഞ്ഞെടുത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. ആ ദിവസം ആ സമയത്ത് കർത്താവ് ഇടപെടുക. ഇതൊരു സ്ഥലം, അട്ടപ്പാടി ഒരു സ്ഥലം. ഇതുപോലെ ദൈവം ഓരോ സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ, ദേവാലയങ്ങൾ, വിശുദ്ധ സ്ഥലങ്ങൾ. അതുകൊണ്ട് വിശുദ്ധ സ്ഥലങ്ങളെ വെറുക്കരുത്. ദേവാലയങ്ങളോട് വെറുപ്പ് വിതച്ച്, ദേവാലയങ്ങളോട് വെറുപ്പുണ്ടാക്കി ജനങ്ങളുടെ ഹൃദയത്തെ കലക്കരുത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1180 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൃശ്യങ്ങളായ ഈ ആലയങ്ങൾ കേവലം സമ്മേളന സ്ഥലങ്ങളല്ല, പിന്നെയോ മനുഷ്യരോടൊപ്പമുള്ള ദൈവത്തിൻ്റെ വാസസ്ഥാനമാണ്. ദൃശ്യങ്ങളായ ഈ ആലയങ്ങൾ കേവലം സമ്മേളന സ്ഥലങ്ങളല്ല, പിന്നെയോ മനുഷ്യരോടൊപ്പമുള്ള ദൈവത്തിൻ്റെ വാസസ്ഥാനമാണ്. ഓരോ പള്ളിയും ദൈവത്തിൻ്റെ വീടാണ്. അതാണ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ വീട്, എൻ്റെ പിതാവിൻ്റെ താമസ സ്ഥലം. എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയുടെ ആരാധന എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇന്ന് വരെ ഏതെങ്കിലും പള്ളിയെ അപമാനിക്കുകയോ ഏതെങ്കിലും വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് ദുഷിച്ച് പറയുകയോ ആർക്കെങ്കിലും ഇടർച്ച വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ഈ സമയം തൻ്റെ വിശുദ്ധ സ്ഥലങ്ങളെ സമ്മാനിക്കുന്ന കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഹൃദയവും കണ്ട് രോഗങ്ങളിൽ കണ്ണുനീരിൽ ഇടപെടും. അത്ഭുതങ്ങൾ സംഭവിക്കും. പരിശുദ്ധ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എത്രമാത്രം ആത്മാർത്ഥമായി യേശുവിനെ വിളിക്കാമോ അത്രയും ആത്മാർത്ഥത യേശുവിനെ വിളിക്കുക. ഈ സമയം വലിയ അത്ഭുതങ്ങളുടെ സമയമാണ്. അവിടുന്ന് കരുണയോടെ രോഗികളെ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് കരുണയോടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, അവിടുന്ന് കരുണയോടെ പൈശാചിക പീഡകൾ ആട്ടിപ്പായിക്കുന്നു. വലിയ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കുന്നു. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഉറക്കെ വിളിക്കുക. യേശുവേ. കൈകൾ ഉയർത്തി വിളിക്കുന്നു. ഹൃദയം നുറുക്കി ഉച്ചത്തിൽ വിളിക്കുന്നു. കൈകൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി. ജീസസ്, 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 ജീസസ്.
ആത്മാവേ